മിന്നും വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഫ്ലക്സ് ബോർഡ് യുദ്ധവും ആരംഭിച്ചു. കൊല്ലത്തും കണ്ണൂരും കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നയിച്ചവൻ ജനനായകൻ എന്ന വാചകം ഉൾപ്പെടുത്തിയാണ് ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. എന്നാൽ കണ്ണൂരിൽ കെ.സിയുടെ ഫ്ലക്സിന് തൊട്ടടുത്ത് സതീശന്റെ ബോർഡും ഉയർന്നു. കോട്ടയത്ത് വിജയശില്പി കെ.സി. വേണുഗോപാൽ എന്ന് എഴുതിയ ഫ്ലക്സ് ബോർഡിൽ കരിയോയിലൊഴിച്ചു. കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദനും ഒപ്പം തന്നെ ലിജോ റോളൻസും ജോസി ബാബുവും വിവരങ്ങൾ നൽകും. ബിജീഷിലേക്ക് ആദ്യം. ബിജീഷ്, അപ്പോൾ ഈ ഒരു ഫ്ലക്സ് യുദ്ധം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് വീണ്ടും ഈ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലക്സ് മാത്രമേ കണ്ണൂരിൽ ഉയർന്നിട്ടുള്ളൂ. തൊട്ടടുത്ത് വി.ഡി. സതീശന്റെ ബോർഡ് ഉയർന്നിരിക്കുന്നുണ്ട്. വിവരങ്ങൾ ഇതിപ്പോ പഴയങ്ങാടിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത്. അതായത് സതീശന്റെ ഫ്ലക്സ് ഇന്നലെ രാത്രി, അപ്പോൾ അതിന് തൊട്ട് മുൻപ് ഇന്നലെ കൂടിയാണ് കെ.സിക്കായിട്ട് അവിടെ പോസ്റ്റർ വന്നിരുന്നത്. ആ പോസ്റ്ററിന് തൊട്ടടുത്തായിട്ടാണ് അതിനേക്കാൾ വലിയ ഒരു ബോർഡ് കൂടി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കെ.സിക്ക് അനുകൂലമായി വെച്ച പോസ്റ്ററുകളിലെല്ലാം സമാനമായിട്ടുള്ള വാക്കുകൾ തന്നെ, നയിച്ചവൻ നായകൻ എന്നുള്ള അതേ ബോർഡ് തന്നെയാണ് അവിടെ ഉയർന്നത്. അതിന് പിന്നാലെയാണ് കൂടി വി.ഡി. സതീശന് വേണ്ടിയിട്ടുള്ള പോസ്റ്റർ കൂടി ഉയർന്നിരിക്കുന്നത്. ഏതായാലും വലിയ തരത്തിൽ ഈ ഫ്ലക്സ് യുദ്ധം കണ്ണൂരിലടക്കം വ്യാപകമാക്കുന്നുണ്ട്. കാരണം കെ.സി. നേരത്തെ മുഖ്യമന്ത്രി സംശയം, ഈ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലക്സ് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ രാവിലെയാണോ ഈ വി.ഡി. സതീശന്റെ ബോർഡ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഇത് കണ്ണൂർ കാൽടെക്സിലുള്ള സാധനമായിരുന്നു നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇത് പഴയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. പയ്യന്നൂരിനടുത്തുള്ള പഴയങ്ങാടിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലക്സ് ബോർഡ് ഇന്നലെ വൈകിട്ട് കെ.സിക്ക് അനുകൂലമായി വെച്ചത്. അതിന് പിന്നാലെ രാത്രിയിലാണ് വി.ഡി. സതീശന് വേണ്ടിയിട്ടുള്ള പോസ്റ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ കാൽടെക്സിൽ മാത്രമല്ല പഴയങ്ങാടിയിലും ജില്ലയുടെ മറ്റു മേഖലകളിലും വി.ഡി. സതീശനും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിനും അനുകൂലമായിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നുണ്ട് എന്നും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള മാൻഡേറ്റ് ജനങ്ങൾ നൽകി. അതിന് പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആര് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളുമായിട്ട് പ്രവർത്തകർ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് കൂടി ചേരുന്നു. കൊല്ലത്തെ വിവരങ്ങൾ ലിജോ നൽകും. ലിജോ, കൊല്ലത്തെ ഫ്ലക്സ് ബോർഡ് യുദ്ധം എങ്ങനെയുണ്ട്? കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡ് യുദ്ധം ഇന്ന് രാവിലെയാണ് ആരംഭിച്ചിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ, നഗരത്തിന്റെ വിവിധയിടങ്ങളിലാണ് കെ.സി. വേണുഗോപാലിന് അനുകൂലമായുള്ള ഫ്ലെക്സുകൾ വന്നിരിക്കുന്നത്. നയിച്ചവൻ നായകൻ എന്നുള്ള രീതിയിലാണ് രാവിലെ കളക്ടറേറ്റിന്റെ പരിസരത്ത് കണ്ടിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് DCCക്ക് മുൻപിലാണ്. DCC കവാടത്തിൽ ബിന്ദുകൃഷ്ണയ്ക്കും വിഷ്ണുമോഹനും ഒക്കെ അനുമോദനം അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ ഉണ്ടെങ്കിൽ ഈ കവാടത്തിന്റെ നേരെ എതിർവശത്ത് കാണുന്നത് കെ.സി. വേണുഗോപാലിന് വേണ്ടി ഉള്ള ഫ്ലെക്സ് ആണ് എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ കവാടത്തിലൂടെ ഇറങ്ങി വരുന്നവർ കാണുന്നത് നയിച്ചവൻ നായകന്റെ റിയൽ ലീഡർ എന്നുള്ള പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ തന്നെ വച്ചിരിക്കുന്ന ഫ്ലെക്സ് ആണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇത്തരത്തിൽ ആദ്യമായാണ് കെ.സി. വേണുഗോപാലിനോടൊക്കെ ഒരു ഫ്ലെക്സ് യുദ്ധം ആരംഭിക്കുന്നത്. കെ.സിയുടെ വലിയൊരു ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ടാണ്. കളക്ടറേറ്റിന് മുന്നിലുണ്ട്, ഒപ്പം തന്നെ ചിന്നക്കടയ്ക്ക് സമീപത്ത് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നഗരത്തിൽ പലയിടത്തായി ഇത്തരത്തിൽ കെ.സിക്ക് അനുകൂലമായുള്ള ഫ്ലെക്സുകൾ വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. 6 MLA-മാരാണ് കൊല്ലത്ത് കോൺഗ്രസിൽ നിന്നും ജയിച്ചു വന്നിരിക്കുന്നത്. 5 MLA-മാരാണ് ജയിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം ഈ MLA-മാരുടെയൊക്കെ മനസ്സറിയാനുള്ള ഹൈക്കമാൻഡിന്റെ നീക്കം നടക്കുമ്പോൾ ഈ ഫ്ലെക്സ് യുദ്ധമൊക്കെ എത്രത്തോളം അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതും വിഷയമാണ്. ചില നേതാക്കളോടൊക്കെ സംസാരിക്കുകയും ചെയ്തു ഈ ഫ്ലെക്സിനെ വെച്ചുകൊണ്ട് സംബന്ധിച്ച്. അവരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ DCCയിലൊക്കെ ആണെങ്കിൽ കൃത്യമായി ആര് വെച്ചെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ CCTV ഉൾപ്പെടെയുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ പേരിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ തന്നെ ഇത്തരത്തിൽ കെ.സി. വേണുഗോപാലിന് വേണ്ടിയുള്ള ഫ്ലെക്സ് ആണ് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നൗഫൽ. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് ജോസി ബാബു കൂടിയുണ്ട്. ജോസി, കോട്ടയത്തും ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് തന്നെയാണോ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടതും കരിയോയിൽ ഒഴിച്ചതും ഒക്കെ? ജിൽസി, ഇന്നലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് കോട്ടയം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് നഗരഭാഗത്തും DCC ഓഫീസിന് പരിസരത്തും നിൽക്കുകയും കെ.സി. വേണുഗോപാലിന് അഭിവാദ്യം അർപ്പിച്ച് പ്രവർത്തകർ ഫ്ലെക്സ് വെച്ചത്. ഇന്നിപ്പോൾ കോട്ടയം നഗരത്തിൽ ഗാന്ധി സ്ക്വയറിന് സമീപമുള്ള ഫ്ലെക്സ് ബോർഡിലാണ് കരിയോയിൽ ഒഴിച്ച നിലയിൽ കാണപ്പെട്ടത്. കെ.സി. വിജയശില്പി എന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡിലാണ് കരിയോയിൽ ഒഴിച്ചത്. ഇതിന് പിന്നിൽ ആരാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. എന്തായാലും ഇന്നലെ കെ.സി. അനുകൂലികൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ വ്യാപകമായി കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സുകൾ ജില്ലയിലുടനീളം, പ്രത്യേകിച്ച് നഗരത്തിലും DCC ഓഫീസിന്റെ പരിസരത്തും നിൽക്കുകയും സ്ഥാപിച്ചിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ചിലർ ഫ്ലക്സ് ബോർഡ് വെക്കുന്നു,
മറ്റു കൂട്ടർ അതിനടുത്ത് വേറൊരു ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു, ചിലർ കരിയോയിൽ കരിയോയിൽ ഒഴിക്കുന്നു.